ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലച്ചുവിൻ്റെ അംഗനവാടിയിലത്തെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണത്. പ്രവേശനോത്സവം എന്നാണ് പറയണത്. അതായത് സ്കൂളിലേക്ക് പോണ കുട്ടികളെ പറഞ്ഞയക്കുന്ന ദിവസവും പുതിയ വരുന്ന കുട്ടികളെ സ്വീകരിക്കുന്ന ദിവസമാണ്. അപ്പം അംഗനവാടിയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇന്ന് സദ്യയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയൊരു ഫംഗ്ഷനാണ്. പോണ കുട്ടികൾക്ക് സമ്മാനങ്ങളും വരുന്ന കുട്ടികൾക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുകയും പറഞ്ഞയക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. അപ്പം രക്ഷിതാക്കളും മെമ്പർ അങ്ങനെ കുറച്ച് സാർമാരും അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടാണ് ഇന്നത്തെ ഫംഗ്ഷൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പം ലച്ചു എൻ്റെ പിന്നീന്ന് പോണില്ല. അത് ചില ദിവസങ്ങൾ ഇതുപോലെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പോകും, കുട്ടികൾ അവിടെ തന്നെ ഇരുത്തും. അപ്പം അതേപോലെ എങ്ങാനും ഞാൻ പോയാലോ എന്ന് കരുതിയിട്ട് ലച്ചു എൻ്റെ പിന്നീന്ന് മാറിയിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ചെറിയ ബേഡ്ജൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, അതൊക്കെ കുത്തിക്കൊടുത്ത് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊക്കെയാണ് ടീച്ചേഴ്സ് അവിടെ നിരത്തി വെക്കണത്. അപ്പം ലച്ചു വലിയ ഇങ്ങനെ എന്താ പറയുക വിഷമത്തിലിരിക്കണം, ഞാനെങ്ങാനും പോകുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എൻ്റെ പിന്നീന്ന് മാറിയിട്ടില്ല. അപ്പം ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു കാർഡ് പിടിച്ചിട്ട് സെൽഫി പോലെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മൾ സമ്മാനപ്പൊതികളൊക്കെ ടേബിളുമ്പോൾ നിരത്തി വെച്ച് അപ്പോൾ എല്ലാ അംഗങ്ങളും മെമ്പേഴ്സൊക്കെ വന്നപ്പോൾ നമ്മൾ പരിപാടി ആരംഭിച്ച് ഇത്തിരി സമയം വൈകിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്താൻ നേരം വൈകി. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ പരിപാടി ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ എല്ലാവർക്കും റോസാപ്പൂ കൊടുത്ത് സ്വാഗതം ചെയ്ത് കുട്ടികളെ കൊണ്ട് തന്നെയാണ് എല്ലാവരും പൂവൊക്കെ കൊടുപ്പിച്ച് അവരെ സ്വാഗതം ചെയ്ത്. കുട്ടികളും ഹാപ്പി, നമ്മളും ഹാപ്പി. കുറേ ഭാഗങ്ങളൊന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, വീഡിയോ എടുത്ത് അതേപോലെ തന്നെ വെച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും കൊടുക്കണതും അവരൊക്കെ ഒന്ന് കാണണ്ടേ. അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അയ്യോ അവരില്ല എന്ന് സങ്കടം പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലച്ചുമോളും കൊടുക്കുന്നുണ്ട് ഒരു പൂവ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. നമ്മുടെ സ്വാഗതം അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തരായിട്ട് പ്രസംഗങ്ങളൊക്കെ തുടങ്ങി. കുട്ടികളും നമ്മളൊക്കെ ഉള്ള കാരണം അധികം അങ്ങോട്ട് നീട്ടി വലിച്ചില്ല. അങ്ങനെ പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളായി. അതിൻ്റെ ഇടയിൽ കുറച്ച് പേരൻസ് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്ന് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തപ്പോൾ കേക്ക് മുറിക്കണം നോക്കി ഇങ്ങനെ നിൽക്കണം. മൂപ്പര് കേക്കൊന്നും ഇഷ്ടമായിരുന്നില്ല കേട്ടോ, മധുരത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെന്തോ കഴിക്കണുണ്ടായിരുന്നു കേക്ക്. രണ്ടാമതും മേടിച്ച് കഴിച്ചു മൂപ്പര്. അങ്ങനെ പിന്നെ പോണ കുട്ടികൾക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങി. ഫസ്റ്റ് നമ്മുടെ ഇവാനിയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കൊടുത്തു തുടങ്ങി. അപ്പം എല്ലാവർക്കും സർട്ടിഫിക്കറ്റും പിന്നെ ടിഫിൻ ബോക്സ്, കൊട, ക്രയോൺ അങ്ങനെയാണ് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നത്. ടീച്ചറുടെ വകയായിരുന്നു കേട്ടോ. അംഗനവാടിയിൽ നിന്ന് കൊടുത്തതാണ് പിള്ളേർക്ക് പോണ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ. പിന്നെ ഒരു നോട്ട് ബുക്കും ഒരു പെൻസിൽ ബോക്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിട്ടുപോയി.
അപ്പോൾ ഇവരൊക്കെ സ്കൂളിലേക്ക് പോണ കുട്ടികളാണ്. ഇനി അവരുടെ അംഗനവാടി കഴിഞ്ഞ കൊല്ലം ഇതേപോലെ വന്നതാണ് ലച്ചൊക്കെ. ഒരു കൊല്ലം പോയത് അറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ സമ്മാനങ്ങൾ മേടിച്ച് പുതിയ കുട്ടിയായി വന്ന് ഇപ്പതേ ഇക്കൊല്ലം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. എന്ത് പെട്ടെന്നല്ലേ കൊല്ലങ്ങളൊക്കെ പോണത്, ദിവസങ്ങളും. അപ്പോൾ സ്കൂളിലേക്ക് പോണ കുട്ടികളുടെ സമ്മാനദാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ അംഗനവാടിയിലത്തെ പുതിയ കുട്ടികളുടെ സ്വീകരണമാണ്. അപ്പോൾ അവർക്കൊരു ബൊക്കയും ഗിഫ്റ്റ് ബോക്സും കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന കുട്ടികളുടെ അമ്മമാർ ഷെയർ ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു സമ്മാനം വാങ്ങിയിരുന്നു, ഒരു കൊടയും വാങ്ങിയിരുന്നു, അതുപോലെ തന്നെ ക്രയോണും. അപ്പം അതും ഇവരെ അവധി കൂടെ തന്നെ നമ്മൾ കൊടുത്തു. ഇനി എല്ലാവർക്കും കൊടുത്തു. ഇതിൽ 7 കുട്ടികളാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ളത് അംഗനവാടിയിൽ. അതിൽ ഇവനാണ് ഇച്ചിരി വാശിക്കാരൻ, അവൻ കരഞ്ഞ് ബഹളാക്കിയവളെ. അങ്ങനെ പിന്നെ നമ്മളെ ലച്ചു കിട്ടിയ സാധനങ്ങളൊക്കെ പിച്ച് പറിച്ച് നോക്കിയിരുന്നു എങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങൾ അമ്മമാരെല്ലാവരും കൂടി സൈഡിലിരുന്ന് കേക്ക് കഴിക്കായിരുന്നു. അപ്പം പിള്ളേർക്ക് കൊടുക്കാതെ മിഠായിയൊക്കെ ഒളിപ്പിച്ച് കഴിക്കണ അമ്മമാരുണ്ടാവില്ല ഞങ്ങളെപ്പോലെ. അപ്പം അതൊക്കെ നിങ്ങൾ കഴിക്കുമെന്നൊക്കെ ചോദിക്കായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. അപ്പം അതൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചർക്കും നമ്മുടെ ബിജി ചേച്ചിക്കും ഞങ്ങൾ ചുരിദാറും സാരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മക്കളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയായിരുന്നു. അവർ തന്നെ മക്കൾ തന്നെ കൊടുത്തു. ടീച്ചറാണ്, ഇതാണ് ടീച്ചർക്ക് ഒരു സാരിയാണ് എടുത്തത്. അപ്പം അത് അവരെ കൊണ്ട് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ അവരെ ഇത്ര നാൾ ഒരു കൊല്ലത്തോളം ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ലതിന് നോക്കിയിരുന്നു. ടീച്ചറും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ, സ്വന്തം മക്കളെ പോലെ തന്നെ നോക്കിയിരുന്നത്. അതിലുപരി അവർക്ക് ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി അവർക്ക് കയ്യിലെടുത്ത് നടന്ന് നോക്കിയിരുന്നത്. ചേച്ചിക്ക് അറിയണം മക്കളെ. അപ്പം ചേച്ചിക്ക് ചുരിദാറും മേടിച്ചു കൊടുത്തു. പിന്നെ ടീച്ചർക്കും ചേച്ചിക്കും ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് സമ്മാനം ഉണ്ടായിരുന്നു, അതും അവിടെ തന്നെ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സൈഡായിരുന്നു ശ്രമിക്കുകയായിരുന്നു. പിന്നെ അമ്മമാരുടെ ഇതിൽ നിന്ന് നമ്മുടെ മക്കളെ നോക്കിയതിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഇതായിട്ട് സന്ധ്യ ചേച്ചിയും ആര്യാണ് സംസാരിച്ച് ടീച്ചറിനെ കുറിച്ചും എന്നൊക്കെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ ടീച്ചർ ഇക്കൊല്ലത്തോടുകൂടി ടീച്ചർ പോകും. അടുത്ത കൊല്ലത്തെ പ്രവേശനോത്സവത്തിന് ടീച്ചർ ഉണ്ടാവില്ല. ടീച്ചറുടെ അവസാനത്തെ സർവീസാണത്. പിന്നെ അടുത്ത കൊല്ലം പുതിയ ടീച്ചർ വരും. അപ്പോൾ ടീച്ചർ അതിൻ്റെ സങ്കടമൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ടീച്ചറോട് സഹകരിച്ചിരുന്നപ്പോൾ എല്ലാവരും ഇനിയും പുതിയ ടീച്ചറോട് സഹകരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വലിയ സദ്യ ഒന്നല്ല, അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഓരോ കറികൾ, ചോറ് അങ്ങനെ ഇട്ടാണ് നമ്മളിവിടെ സദ്യ ഒരുക്കാറ്. അപ്പം അപ്രാവശ്യം അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ആദ്യം മക്കൾക്ക് ഇലക്കിട്ട് വിളമ്പി. അപ്പം എല്ലാവരും കരച്ചിലായിരുന്നു. ഓരോരുത്തർ സൈഡിൽ അമ്മമാർ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മമാരൊക്കെ ഇങ്ങനെ സൈഡിലിരുന്ന്. ലച്ചു വന്നപ്പോൾ നല്ല ഉഷാറായിരുന്നു. അവൾ ഒറ്റയ്ക്കാണ് വാരി കഴിച്ചത്. ഇന്ന് പോണ ദിവസമായപ്പോഴും അവൾ കരച്ചിലായി. ഞാനാണ് വാരി കൊടുത്തത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.